ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ഒപ്പം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളുമാണ് സഭ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈശോ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് പറയുന്നത്. പരിശുദ്ധമ്മ സ്വർഗാരോപണം ചെയ്തു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ സഹായത്തോടെ ആരോഹണം ചെയ്തു, എന്നാൽ ഈശോ തന്നിലുള്ള സ്വയം ശക്തി ഉപയോഗിച്ച് സ്വർഗാരോഹണം ചെയ്തു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഈശോ ദൈവമാണ്, ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. അതാണ് സ്വർഗാരോപണവും സ്വർഗാരോഹണവും തമ്മിലുള്ള വ്യത്യാസം. സ്വർഗാരോപണത്തെ സംബന്ധിച്ച്, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ സംബന്ധിച്ച് ബൈബിളിൽ പരാമർശമില്ല. അത് പാരമ്പര്യത്തിൽ നിന്നാണ്, പാരമ്പര്യ എഴുത്തുകളിൽ നിന്നാണ് അവയെക്കുറിച്ചുള്ള തെളിവുകളുള്ളത്. പക്ഷേ ബൈബിളിൽ സ്വർഗാരോപണം ചെയ്ത മറ്റ് വ്യക്തികളുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 5:24 ഹെനോക്ക് സ്വർഗാരോപണം ചെയ്തുവെന്ന്, സംവഹിക്കപ്പെട്ടുവെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലിയ പ്രവാചകൻ ചുഴലിക്കാറ്റിൽ സംവഹിക്കപ്പെട്ടു എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്വർഗാരോപണം സംവഹിക്കപ്പെടുക എന്നത് ബൈബിളിൽ പലരും ഇങ്ങനെ സംവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂദ തദേവൂസ് എഴുതിയ ലേഖനത്തിൽ മിഖായേൽ മാലാഖയും പിശാചും തമ്മിൽ മോശയുടെ ശരീരത്തെ ചൊല്ലി തർക്കിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശരീരത്തെ സംബന്ധിക്കുന്ന തിന്മയും ദൈവവും തമ്മിലുള്ള യുദ്ധം ബൈബിളിലുണ്ട്. ശരീരത്തോടെ എടുക്കപ്പെട്ടത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തലമുടി താര് പോലും നഷ്ടപ്പെടത്തില്ലെന്ന് ഈശോ പറയുന്നുണ്ട്. ഇവയൊക്കെയാണ് സ്വർഗാരോപണത്തെ സംബന്ധിച്ച് നമുക്ക് ബൈബിളിൽ ചിന്തിക്കാനുള്ളത്. ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ നമ്മളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.